ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി കപ്പ് കേക്ക് ഉണ്ടാക്കണം കേട്ടോ. നല്ല ഡിസൈനൊക്കെ ഉള്ള, മേലെ നല്ല ഡിസൈനൊക്കെ ഉള്ള ഒരു മഞ്ചത്തി കപ്പ് കേക്ക്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വന്നാലോ. ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്ത് വെക്കണം. എന്താ വെച്ചാൽ നല്ല തണുത്ത മുട്ട എടുത്താൽ അത് ബീറ്റായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം മുന്നേ എടുത്ത് വെച്ചാൽ മതി. അതൊന്ന് മിക്സായി കിട്ടുക. എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സായി വന്നാൽ നമുക്ക് അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടെ ചെറുതായിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെക്കാം. പൊടിച്ച പഞ്ചസാര എന്നല്ല, സാധാരണ പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ട് അതും കൂടെ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം പതപ്പിച്ച് ബീറ്റ് ചെയ്തിട്ട് നല്ല വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും ഓയിൽ ഒഴിച്ചെടുക്കുക. ഒഴിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. 1-ലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ, കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഇനി നമുക്ക് ബീറ്റർ വേണ്ട, ബീറ്റർ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ടെടുക്കുക. ആ മൈദപ്പൊടി ഇടുമ്പോൾ കുമിച്ചെടുക്കണ്ട, അതിൻ്റെ മോൾഭാഗം ഒന്ന് എടുത്താൽ മതിട്ടാ. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ഇത് ആദ്യം തന്നെ അരിച്ച് മാറ്റി വെച്ചിട്ട് കുറേശ്ശെ ഇട്ടെടുത്താലും മതി. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇട്ടെടുത്തതിന് ഫുള്ളായിട്ട് അരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുത്തി ഇളക്കരുത്, പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. മിക്സ് ചെയ്തിട്ട് നമ്മുടെ മൈദ എല്ലാതും അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഈ രീതിയിൽ ചെയ്യണം എന്നില്ല. നിങ്ങൾ ആദ്യം അരിച്ച് മൈദ മാറ്റി വെച്ചതിന് ശേഷം കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എല്ലാം കൂടെ ഇട്ട് കൊടുത്തുന്നുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്കും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കപ്പ് കേക്കിൻ്റെ. ആ ബാറ്റർ നമുക്ക് മാറ്റി വെക്കാം. നമുക്കതിന് മേലെ ഡിസൈൻ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗൾ എടുത്തതിന് ശേഷം ഈ ബാറ്ററിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ബാറ്റർ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക. ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അത് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. നമുക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ചേർക്കാട്ടോ. മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കട്ടകളൊക്കെ മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചെടുക്കുക. പൈപ്പിംഗ് ബാഗ് നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നമ്മളെ കവർ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിന്റെ കവർ, അതിൽ ഒഴിച്ചിട്ട് അതിന്റെ അറ്റം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പം എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന്റെ അറ്റത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ചെറിയൊരു ഹോള്, ചെറുതായിട്ടൊരു കത്രിക കൊണ്ട് ചെറിയൊരു ഹോള് ആക്കി കൊടുക്കുക. നമുക്കിത് ഞാനിപ്പോൾ ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കപ്പ് കേക്കിന്റെ മോൾഡ് എടുക്കാം. കപ്പ് കേക്കിന്റെ മോൾഡ് എടുത്തിട്ട് നമുക്ക് ഓരോ കപ്പ് കേക്കും മോൾഡും അതിൽ ഓരോന്നിലായിട്ട് വെച്ചുകൊടുക്കുക. അത് വെച്ചുകൊടുക്കുമ്പോൾ ഈ 2 എണ്ണമായിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ, ഓരോന്നായിട്ട് വെച്ചുകൊടുക്കണ്ട. 2 എണ്ണമായിട്ട് വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് കപ്പ് കേക്ക് കറക്റ്റ് റെഡി ആയിട്ട് കിട്ടും, ഷേപ്പ് ഒന്നും മാറാണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ കപ്പ് കേക്കിന്റെ ബാറ്റർ ഞാൻ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ മോൾഡിലും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് പൊന്തി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാറ്റി വെക്കണം. അതുകൊണ്ട് ഹാഫ് ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിന്റെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ നമ്മുടെ കപ്പ് കേക്കിന്റെ കൂട്ടിന്റെ മേലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിൽ ഡിസൈൻ ചെയ്യാം. എനിക്കറിയാവുന്ന തരത്തിൽ, എനിക്ക് വലിയ ഡിസൈൻ ചെയ്യാനൊന്നും അറിയില്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതാക്കിയിട്ട് ഇങ്ങനെ വര പോലെ ഇട്ടെടുത്താൽ മതി. ഇട്ടെടുത്തിട്ട് നിങ്ങളതിൽ ടൂത്ത് പീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്താൽ ഒരു ഡിസൈൻ ആയി കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്യാൻ. ഇപ്പം എനിക്കറിയാവുന്ന തരത്തിൽ ഞാനിപ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ സമയം നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇടണം. ഒരു 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് നേരം ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് ഇത് ഓവനിലേക്ക് മാറ്റി വെക്കേണ്ടത്. ഇപ്പം നമ്മുടെ കപ്പ് കേക്കൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ ഒരു ചെറിയൊരു ഡിസൈൻ ആയിട്ട് മാറും. ഇതിപ്പോൾ ബേക്ക് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവട്ടെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓവണൊക്കെ പ്രീ ഹീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി 180 ഡിഗ്രിയിൽ നമുക്കൊരു 25 മിനിറ്റ് വേണ്ടി വരും ഇത് വേവാൻ വേണ്ടിയിട്ട്. ഒരു 20 മിനിറ്റ് ആയാലും ഒന്ന് നോക്കാം, ഒന്ന് പൊന്തിയൊക്കെ വന്നാൽ ഒന്ന് നോക്കി നോക്കാം. ഒന്ന് ടൂത്ത് പീക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ബേക്കായി. നമ്മളെ
കപ്പ് കേക്ക് ഒക്കെ ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരെണ്ണം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ട, അടിപൊളി സൂപ്പർ കപ്പ് കേക്ക് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ കപ്പ് കേക്ക് ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനതൊന്ന് ഒരെണ്ണം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. കണ്ടില്ലേ, അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.